ഇവിടെ ആവുമ്പോ നീ ഇല്ലയോ പെണ്ണേ? നീ ഉള്ളപ്പോഴ് കാറ്റിലെ പഴുത്തില കൊടിയുന്ന കൂട്ട് എനിക്കങ്ങ് കൊഴിയാവല്ലോ. അപ്പച്ച, ദൈവം ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. വംശങ്ങൾ നിന്നെ സേവിക്കുമാറാകട്ടെ. ജാതികൾ നിന്നെ വണങ്ങട്ടെ. നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്കട്ടെ. നിന്റെ മാതാവിന്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ. കർത്താവേ, ചോറെടുത്ത് വെക്കട്ടോ? വേണ്ട. ആ പൊയിലക്കാരൻ്റെ പരിപ്രയിലുള്ള വസ്തുവിൻ്റെ മധ്യസ്ഥായിരുന്നു. അവർ കയറി ഒത്തിരി നിർബന്ധിച്ചപ്പോൾ ഞാൻ ഇച്ചിരി ചോറ് കഴിച്ചു. കായലിലെ മീനും ഉണ്ടായിരുന്നു. നല്ല കണമ്പും ചുട്ടിക്കൊഞ്ചും ഒക്കെ കണ്ടിട്ട് കാലം മറന്നു. എന്തു ആവിയാന്നോ? ഇത്തവണയ്ക്ക് ചൂട് നേരത്തെയാന്നാ തോന്നുന്നത്. ദിനമോ, എനിക്ക് വൈകുന്നേരത്തിന് തിരുവനന്തപുരത്തോട്ട് പോകാനുണ്ട്. മുണ്ടും ഷർട്ടും തേച്ച ഇരിപ്പുണ്ടോ? ചിലപ്പോ 1-2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. തിരുവനന്തപുരത്ത് എന്തോന്നാ വിശേഷം? വിശേഷോ? എന്തോ വിശേഷോ? കാഴ്ച കാണാനാന്നാ ഞാൻ കൂടെ വരാം. കാഴ്ച കാണാനോ? അതിനാ ഞാൻ പോന്നേ. കാഴ്ച കാണാനല്ലേ പിന്നെ എന്തോയിനാ? നോക്കിയേ, അപ്പച്ചനെ കൊണ്ടുചെന്ന് അന്വേഷിച്ചോളാന്നും പറഞ്ഞ് എത്ര പേര് പുറകെ നടക്കുന്നു. അവരുടെ കൂടെ പൊയ്ക്കോട്ടെ എന്ന് വെക്കണം. ഞാൻ പോകുന്നതേ വാഴവിളയിലെ എല്ലാലും ഇളയ പെണ്ണിനെ കെട്ടിരിക്കുന്ന പയ്യനൊരു ജോലിക്കാര്യത്തിനാ. തൊല്ല പിടിച്ച കാര്യമാ. വല്ലവന്റെ ചെറുക്കന് ജോലി, വല്ലവന്റെ പെണ്ണിനെ കെട്ടിയവന്റെ പാട് തീർക്കാൻ നടപ്പ്, ഇടവകക്കാരുടെ കേസും കൂട്ടും. ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് നമുക്കെന്താ ഗുണമെന്നൊന്ന് പറഞ്ഞട്ടെ. ഇപ്പൊ എല്ലാം ഗുണം നോക്കി ചെയ്യാനൊക്കുവോ? എല്ലാം വേണ്ട. വീടൊന്നും കുടുംബം എന്നുള്ള വിചാരമില്ലാതെ നാട്ടുകാരെ നന്നാക്കാൻ പോണ്ട കാര്യമുണ്ടോ? വീടും കുടുംബവും കെട്ടിപ്പിടിച്ചോണ്ടങ്ങ് ഇരുന്നാ മതി. അതെ, രാജന്റെ എഴുത്തുണ്ടായിരുന്നു. രാജന്റെ കൂട്ടുകാരനൊരു പയ്യൻ കറ്റാനത്തുനിന്ന് അങ്ങോട്ട് പോകുന്നുണ്ടെന്ന്. എന്നാ അവന്റെ കൈ വല്ലതൊന്നും ഉണ്ടാക്കി കൊടുത്ത് വിടണ്ടായോ? കൊടുത്തു വിടണം. കൊടുത്തയക്കണമെന്ന് പറഞ്ഞാ മതിയോ? ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് അങ്ങ് വരുവടി. അവിടെ താമസിക്കാൻ പോകുന്നല്ല.
ഈ എള്ളുപറമ്പിലെ സണ്ണിച്ചേനെ കുളത്തിൽ കുത്തിമറിഞ്ഞ് ചാടി നീന്തിന്ന് വെള്ളത്തിൽ തലവത്തി മറിയുകയും ചെയ്യും. ദേ അങ്ങോട്ട് മാറി നില്ല്. ഒന്നാമത് അവിച്ചില്ല, അപ്പോഴാ വന്ന് മേത്ത് കയറി മറിയുന്നേ. പോട്ടെ. ദീനാമോ, എടിയെ ഇച്ചിരി വെള്ളം കോരിയ മറവയിലോട്ടൊന്ന് വെച്ചാരാ. കുഞ്ഞനാപ്പിള മയക്കത്തിലല്ലയോ? ആന്നു. ആ അല്ല, മൂന്നാം കുറ്റിയിലും കാരാമേലൊക്കെ കറങ്ങിട്ട് വന്നപ്പോഴേ നേരെ ഇരുണ്ടുപോയി, അതാ. ഈ മൂന്നാം കുട്ടി എവിടെ കുറുപ്പമാമ? ആ, ഒത്തിരി പോണോ? പിന്നില്ലയോ, അങ്ങ് കറ്റാനത്തിന് ഇതൊക്കെല്ലയോ? കറ്റാൻ എവിടാ? ആ കറ്റാനം എന്ന് പറയുന്നത് നമ്മുടെ എടി പാഠം വായിച്ച് പഠിയടി. നിനക്കിപ്പോ എന്തു അറിയണ്ടേ? അല്ലേ, വായിക്കാണ്ടിരുന്ന് അവക്ക് സകല ലോക കാര്യങ്ങളും അറിയണം. ചുമ്മാ അല്ല വലിയ മുട്ടയെ വാങ്ങിച്ചോണ്ട് വരുന്നേ. അല്ല പിന്നെ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാന്നേ. കുഞ്ഞാനാപ്പിളോട് പറഞ്ഞാ മതി. പൊടിപ്പെണ്ണെ, കുറുപ്പമാൻ പോവുക. പിന്നെ വരുമ്പോൾ പറഞ്ഞു തരാം കറ്റാനം എവിടാന്നും കോട്ടമുക്ക് എവിടാന്നും ഒക്കെ. ആരാ ആരാ വന്നേ? കുറുപ്പമാമനെ അല്ലേ പച്ച? തച്ചിലേത്ത് പടിയിട്ട യോനായോ? യോനായി പത്രോസും ഒന്നും അല്ല കുഞ്ഞാനാപ്പിളെ, ഇത് ഞാനാ, ശിവരാമക്കുറുപ്പ. ആ അല്ലേ താനോ? അത് കൊള്ളാമല്ലോടൂ. വന്ന പോലങ്ങ് പോകാൻ പോവാന്നോ ഇയാള്? വന്നപ്പോ കുഞ്ഞാനാപ്പിള നല്ല മയക്കം, എന്നാ പിന്നെ മടക്കവാന്നല്ല എന്ന് വിചാരിച്ചു. അല്ല, കാലത്തേ മുതൽ ഓരോന്നിനായിട്ട് ഓട്ടവാ. മൂന്നാം കുറ്റി വരെയും പോയി, അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴേ കൊയ്പ്പള്ളിക്കാരായ്മ വരെ കൂടെ പോയി. പകല് മൊത്തം വല്ലാത്ത അലച്ചില്ല. ഇത് കൂട്ടൊരു ചൂട് ഈയിടയ്ക്ക് ഉണ്ടായിട്ടില്ല. ആന്ന്, അകത്തും പുറത്തും ചൂടാ. പൊടിപ്പെണ്ണേ, നീ എന്തോ എടുക്കുവാ അവിടെ? പാഠം 2 അരണ. അരണയ്ക്ക് പ്രത്യേക പാർപ്പിടയില്ല. വസ്തുക്കൾ കൂട്ടിയിട്ടിരിക്കുന്ന ഇടങ്ങളിലും പാഴ്വസ്തുക്കളുടെ കൂട്ടത്തിലും മരത്തിന്റെ പോടുകളും മാളങ്ങളുമെല്ലാം അരണ വാസസ്ഥാനമാക്കുന്നു. മരത്തിന്റെ പോടുകളും മാളങ്ങളുമെല്ലാം അരണ വാസസ്ഥാനമാക്കുന്നു. അരണ കടിച്ചാൽ തക്ഷണം മരണം. അരണ കടിച്ചാൽ തക്ഷണം മരണം. അരണ കടിച്ചാൽ തക്ഷണം മരണം. അല്ല പൊടിപ്പണ്ണ എന്തോ വായിക്കുന്നേ? അരണ കടിച്ചാൽ തൽക്ഷണം മരണമോ? ഒന്നുകൂടെ ഉറച്ചു പറഞ്ഞേ പൊടിപ്പണ്ണേ. ഇതെന്തുവാ പെണ്ണു വായിച്ചേ? അരണ കടിച്ചാൽ തക്ഷണം മരണം. എന്തോ എന്തോ ഇങ്ങോട്ട് ഇതാ കാണട്ടെ. അരണ പൊടിപ്പണ്ണേ വേണ്ട, ഇത് മൊത്തം വായിച്ചേ. വേണ്ട ഇത് അരണ കടിച്ചാൽ തൽക്ഷണം മരണം എന്ന ധാരണ തെറ്റാണ്. ഓ, ഈ കുറുപ്പമ്മനോട് ഞാൻ മിണ്ടത്തില്ല. ഇനിങ്ങ് ബാ, കാണിച്ചു തരാം. പോലെ നിക്ക്. വേണ്ട. കുറുപ്പമ്മാവനോട് കെറിയിക്കല്ലേ. ഒന്നും പറയണ്ട. ഞാനേ ആ കാലത്തെ വന്നായിരുന്നു, ആ പക്ഷെ മക്കളെല്ലാം കൂടെ മുൻവശത്ത് നിൽപ്പുണ്ടായിരുന്നു.
പിന്നെ കുടുംബകാര്യം നടക്കുന്നതിന്റെ ഇടയിൽ ഞാൻ കയറി വരണ്ടല്ലോ എന്ന് വിചാരിച്ച്. അതാ. എന്തുവാ, ആലോചനയാന്നോ? അല്ലേ, എന്തുവാ ഇത്ര ആലോചിക്കാനെ കൊണ്ട്? ആലോചിക്കുമ്പോഴാ ഓരോന്ന് വലുതാവുന്നേ. ഞാനിപ്പോ വന്ന് ഒന്നും ആലോചിക്കത്തില്ല. അല്ലേ, ഒന്നും ഓർത്താ ഈ ജീവിതം എന്ന് വെച്ചാൽ എന്തുവാ? തിന്നുന്നു, തൂറുന്നു, പിന്നെയും തിന്നുന്നു, പിന്നെയും തൂറ്റിക്കുന്നു. അല്ലാതെ എന്തുവാ? അല്ലേലും ഈ ശരീരം എന്ന് വെച്ചാൽ അത് മൊത്തം അഴുക്കല്ലയോ, മുഷിഞ്ഞ വസ്ത്രം പോലെ എന്ന് പറയും. വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാൻ അന്യാനി സംയാതി നവാനി ദേഹി. എന്തിങ്ങനാ ഗീതയെ പറയുന്നേ? നമ്മൾ കീറിയ കുപ്പായം മാറ്റി വേറെ ഇടുന്ന കൂട്ട് ആത്മാവ് ശരീരം ഉപേക്ഷിച്ച് വേറെ ഇടും. അതാ. ഇയാൾ എന്തുവാടോ കുറുപ്പേ ഈ പറയുന്നേ? നമ്മുടെ ശരീരം അഴുക്കാന്നോ? ഇയാളെന്തോ അറിഞ്ഞ്? എന്നാ പിന്നെ വൃത്തിയുള്ള എന്തുവാ ഈ ലോകത്തിലുള്ളേ? ശരീരം നമുക്ക് ഈശ്വരൻ തന്നെയാ. അതായത് ദൈവം ദൈവത്തിൻ്റെ ഛായയിലാ നമ്മളെ സൃഷ്ടിച്ചേന്ന്. ഈ ലോകത്ത് ഏറ്റവും സുന്ദരമായത് മനുഷ്യ ശരീരമാ. നേരാ. അതെ, ഭൂമിയിലെ പെമ്പർന്നൂത്തികളുടെ ശരീരം കണ്ട് വല്ലാപ്പാടയച്ചും ദൈവദൂതന്മാർ അവരുമായിട്ട് വീഴ്ച നടത്തി ഭൂമി കഴിഞ്ഞെന്നാ പറയുന്നേ. എന്നേച്ചുവാ ഇവിടെ പണ്ട് അധികാരന്മാരുണ്ടായെന്നാ പഴയ നിയമം പറയുന്നേ. അപ്പോഴേ കുഞ്ഞാനോപ്പഴേ ഒരു സംശയം. ഓ, എന്തുവാ ഇയാൾക്ക് ഇനിയും സംശയം? അധികായന്മാര് ഭൂമിയിൽ ഉണ്ടായത് അങ്ങനാന്നല്ലയോ പറഞ്ഞു? അപ്പൊ പിന്നെ നമ്മുടെ മുല്ലത്തറയിലെ തിരുമേനി ഉണ്ടായേ അങ്ങനെ ആയിരിക്കും അല്ലയോ? അങ്ങനെ വലിയ അധികായനല്ലയോ? ഇയാൾക്ക് പിന്നെ എല്ലാം തമാശയല്ലയോ? എല്ലാം തമാശയായിട്ട് കണ്ട ഒരു കാലമുണ്ടായിരുന്നു. മനസ്സിനൊപ്പം തടി നിൽക്കുന്ന കാലത്തെ മനുഷ്യന് തമാശ പറയാൻ പറ്റത്തുള്ളൂ. അല്ലേ, വയസ്സാവുമ്പോഴേ പഴയ പോലെ പറ്റുമോ? ചിലപ്പോൾ ഒന്ന് തല കറങ്ങി എന്ന് വരും, എഴുന്ന് നിൽക്കാൻ വിഷമം വന്നെന്നും വരും. പക്ഷെ അതുകൊണ്ട് തീരുമോ ഞാനാപ്പിളെ? ജീവിതം പിന്നെയും കിടക്കൂല്ലയോ? ജീവിതം പിന്നെയും കിടക്കുക. രാത്രി മഴയുണ്ടെന്ന് തോന്നുന്നു. അതായി അവിച്ചില്. മഴ വീണാ കുഴപ്പമാവും. ജ്ഞാനികളുടെ രാജാവായ സഭാപ്രസംഗി പറയുന്നു, ആകാശത്തിന് കീഴേ സംഭവിക്കുന്നതൊക്കെയും ആരാഞ്ഞറിവാൻ ഞാൻ മനസ്സ് വച്ചു. ഇത് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന വല്ലാത്ത കഷ്ടപ്പാട് തന്നെ. എല്ലാം മായയും വൃഥാപ്രയത്നവും അത്രേ. നീ വിയർപ്പ് കൊണ്ട് ആഹാരം കഴിക്കുമെന്നാണ് യഹോവയുടെ ശാപം. അത് നിറവേറാതിരിക്കുന്നത് എങ്ങനെ? കുഞ്ഞാനാപ്പിളെ, ജീവിതം കണ്ട് എന്നേക്കാൾ പരിചയമുണ്ട്, വിവരവും അറിവും ഉണ്ട്, പിന്നെ ദൈവവിചാരവും ഉണ്ട്. എന്നാലും ചോദിക്കുക, വയസ്സാം കാലത്ത് ഇതീ പരം എന്തോ വേണമെന്നാ? അല്ലേ, വയസ്സാവുമ്പോ ഇയാള് പറഞ്ഞ കൂട്ട് കണ്ണിന് കാഴ്ച കുറയും, കാലിനും കൈക്കുമൊക്കെ വാക്ക് കുറയുകയും ചെയ്യും. പക്ഷേ ഓർമ്മ കൂടുവടോ. പഴയ കാര്യങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വരും. പശക്കേടാന്ന് തോന്നുന്നല്ലോ. കിഴക്ക് കോളുകൊണ്ടേക്കുവാന്ന് തോന്നുന്നു. എന്നാ മഴ പെയ്യും. പെയ്യും പെയ്യും. ദൂരം കണ്ട് പെയ്യുന്നുണ്ട്. അതാ ഇടിയും മിന്നലും. ഒറ്റ മഴയാ. എനിക്ക് പനച്ചമൂട്ട് വരെ എത്തണമേ. മീനമാസത്തിലെ ഏനം കെട്ട മഴയാ ഒറ്റ മഴ. ഏറ്റം കൊണ്ടാ പെയ്തേ, അതും തുള്ളിക്ക് കനം വെച്ച്. ജഡവപ്പാതിക്ക് കാണത്തില്ല അത് കൂട്ടത്തെ മഴ.
അതും പാതിരാത്രിക്ക്. മാനം കറക്കണേന് മുമ്പേ കൊണ്ട കോളായിരുന്നു. വെയ്യത്തിലെന്നാ വിചാരിച്ച്. ഇരുട്ടായപ്പം കോള് കയറി അങ്ങ് കൊണ്ടു. നേരം വെളുക്കുന്നവരെയും പെയ്തു. എന്നത്തെ മഴയുടെ കാര്യമാ കുഞ്ഞാനെ മാപ്പിള പറയുന്നേ? വർഷം കുറേ ആയതാ. അത് ശരി. അന്നിവിടെ എടയാറ്റുമലയെന്ന് ഞാൻ കൊണ്ടുവന്ന് നിർത്തിയ പുള്ളിപ്പശു ഉണ്ടായിരുന്നേ. മുളവിന്റെ കച്ചവടം ഉണ്ടായിരുന്നല്ലോ. എടയാറ്റുമലക്കാരനൊരു കുഞ്ഞപ്പൻ നായരുമായിട്ട് ഇടനിലയുണ്ടായിരുന്നു. ഒടുക്കം കണക്ക് നോക്കി വന്നപ്പോഴ് കായിന്റെ കുറവുണ്ടായിരുന്നു. കുഞ്ഞനായര് പറഞ്ഞ്, കുഞ്ഞനാപ്പിളെ എടപാടാ, എന്റെ ബലയെ നിപ്പോണ്ടൊന്ന് 2 കന്ന്. ഇയാള് വന്ന് നോക്കി ഒന്നിനെയും കൊണ്ട് പോയിക്കൊണ്ടാട്ടെന്ന്. പോയി നോക്കി, കൊള്ളാം നല്ലേനേ നോക്കി കഴിച്ചുകൊണ്ട് പോന്ന്. കായന്റെ അല്ലയോ, അയാൾക്ക് പറയാൻ പറ്റൂ അതല്ല ഇതാ കന്നെന്ന്. പോരാഞ്ഞു വലിയ അഭിമാനിയാ, വാക്കു മാറത്തില്ല. എന്നിട്ട് അതിനെ ഇവിടെ കൊണ്ട് നിർത്തിയോ? അതിന്റെ ചെന നിറഞ്ഞു നിൽക്കുമായിരുന്നു. രാത്രി മഴയത്ത് ഞാനും അവനും കൂടെ ഉറക്കമൊഴിച്ച്. ഞാനും എന്റെ മൂത്ത മോൻ കുഞ്ഞോമായും. അല്ലാതാര്? പിന്നെ വെട്ടിയാറ്റുള്ള ഒരു കറവക്കാരനും ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞയാ സംഗതി വശക്കേടാന്ന്. നാക്കങ്ങ് വലിച്ച്. ഒടുക്കം വെളുപ്പിനെ കന്ന് കടിഞ്ഞൂല് പെറ്റത് ചത്ത കിടാവിനെയായിരുന്നു. തിണ്ണയ്ക്കിരുന്ന് ഇച്ചിരി കണ്ണം നടച്ചപ്പോഴാ അവൻ വന്ന് പറഞ്ഞേ, കന്ന് കടിഞ്ഞൂല് പെറ്റത് ചാപിള്ളയായിരുന്നെന്ന്. ദൈവം പിറവായെ ശിക്ഷിച്ച കൂട്ട് എന്നെ അങ്ങ് ശിക്ഷിച്ച്. അതായിരുന്നു അവന്റെ അവസാനത്തെ രാത്രി. കുഞ്ഞനാപ്പിളെ, രാത്രി മൊത്തം ഉറക്കം നിന്നേച്ച് കീച്ചേരിപ്പാടത്ത് പെലയിൽ നിന്ന് പൂട്ടിയടിക്കുന്ന നോക്കാൻ പോയതാ എൻ്റെ കുഞ്ഞ്. വരമ്പത്ത് നിന്നതാ. നെഞ്ഞിനകത്തൊരു വിമ്മിഷ്ടമൊന്നും പറഞ്ഞ് വരമ്പത്തോട്ടൊന്നിരുന്ന്. കുഞ്ഞാനാപ്പിളെ, അപ്പച്ചനിപ്പോ ഇങ്ങനെ ഓരോന്ന് ഓർത്തോണ്ടിരിക്കും. അപ്പച്ച, ഇച്ചിരയും കഞ്ഞി കുടിച്ചൂടായോ? കഞ്ഞി എടുക്കട്ടോ? കിഴക്കൻ കോള മഴ പെയ്യുന്ന എപ്പോഴാന്ന് പറയാൻ പറ്റത്തില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. ഓ, പറഞ്ഞില്ലയോ വേണ്ടേ, പൊടിയാൻ തുടങ്ങിയല്ലോ. ഇറങ്ങിക്കൊള്ളയാ.